Hi all, today we are discussing about scaling in rigid body dynamics. So micro actuatorsന്റെ കേസിൽ അതിൻ്റെ പാർട്സിന് മൂവ്മെൻറ്റ് സംഭവിക്കണമെങ്കിൽ ഫോഴ്സ് ആവശ്യമാണ്. അന്നേരം ഈ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള സോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. So an engineer needs to resolve the following issues when dealing with the design of dynamic systems such as an actuator. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ടു മൂവ് എ പാർട്ട്, ഒരു പാർട്ടിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടുന്ന റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഹൗ ഫാസ്റ്റ് ഡിസൈഡ് മൂവ്മെൻറ്റ് ക്യാൻ ബി അച്ചീവ്ഡ്, നമുക്ക് ആവശ്യമുള്ള മൂവ്മെൻറ്റ് എത്രമാത്രം ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് ഈ മൂവിങ് പാർട്ടിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാം എന്നുള്ളത് നമുക്ക് അറിയണം. സോ an engineer needs to resolve the following issues when dealing with the design of dynamic system such as an actuator: the required amount of force to move a part, how fast the desired movement can be achieved, how readily a moving part can be stopped. So the resolution to the above issues is on the inertia of the actuating part. അപ്പം ഈ ഇനർഷ്യ, ഒരു സോളിഡിൻ്റെ ഇനർഷ്യ എന്ന് പറയുന്നത് എന്തിനെല്ലാം റിലേറ്റ് ചെയ്യുന്നുണ്ട്, മാസിനെയും ആക്സിലറേഷനെയും റിലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ദ കേസ് ഓഫ് മിനിയേച്ചറൈസിങ് ദീസ് കമ്പോണൻറ്റ്സ് വൺ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ എഫക്റ്റ് ഓഫ് റിഡക്ഷൻ ഓഫ് സൈസ് ഓൺ ദ പവർ, ഫോഴ്സ് ഓർ പ്രഷർ ആൻഡ് ടൈം റിക്വയർഡ് ടു ഡെലിവർ ദ മോഷൻ. സോ നമ്മൾ ഈ മിനിയേച്ചറൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പാരാമീറ്റർ എല്ലാം എന്താണ്, പവറും അതേപോലെ ഫോഴ്സും പ്രഷറും ടൈമും ഇതേപോലെയുള്ള എല്ലാം നമുക്ക് ഒരു മോഷൻ ഡെലിവർ ചെയ്യാൻ പാകത്തിനാണോ എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സോ നമ്മൾ ഈ റിജിഡ് ബോഡി ഡൈനാമിക്സ് എന്ന് പറയുന്നത് മൈക്രോ ആക്ച്വേറ്റേഴ്സിൻ്റെയും മൈക്രോ സെൻസേഴ്സിൻ്റെയും ഡിസൈനിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അന്നേരം നമ്മളൊരു റിജിഡ് സോളിഡ് ഒരു പൊസിഷനിൽ നിന്ന് അടുത്തൊരു പൊസിഷനിലോട്ട് ട്രാവൽ ചെയ്യുകയാണെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇത് ട്രാവൽ ചെയ്ത ആ സോളിഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് എഴുതാം. എൽ എന്ന് പറയുന്ന എൽ സ്റ്റാൻഡ്സ് ഫോർ ലീനിയർ സ്കെയിൽ. ലീനിയർ സ്കെയിലിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് എൽ എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അന്നേരം ഡിസ്റ്റൻസ് എസ് പ്രൊപ്പോർഷണൽ ടു നമ്മൾ എൽ എന്ന് എഴുതി. അന്നേരം വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, എൽ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് വി ഈസ് ഈക്വൽ ടു വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എൽ ടി റൈസ് ടു -1 എന്ന് എഴുതാം. ഇനി നമ്മൾ ന്യൂട്ടൺസ് ലോ വെച്ചിട്ട് നമ്മൾ എസിനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിനകത്ത് യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, ടി എന്ന് പറയുന്ന ടൈം, എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ യുക്ക് വരെ ഇവിടെ വി സീറോ എന്ന് ഇട്ടേക്കുന്നതേ ഉള്ളൂ. അന്നേരം എസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാം. വെയർ വി സീറോ ഇസ് ദ ഇനിഷ്യൽ വെലോസിറ്റി, എ ഇസ് ദ ആക്സിലറേഷൻ, ടി എന്ന് പറയുന്നത് എന്താണ്, ടൈമാണ്. സോ ബൈ ലെറ്റിംഗ് വി സീറോ ഈസ് ഈക്വൽ ടു സീറോ എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ ആദ്യം സീറോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒരു എന്താ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എടുക്കുന്നു. അങ്ങനെ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാകുമ്പോഴത്തേക്കും ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോ ആയിരിക്കും. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വി സീറോ എന്ന് പറയുന്നത് സീറോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാം. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതി. അതിനകത്തുനിന്ന് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 2s ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്ന് കിട്ടും. ദ ഡൈനാമിക് ഫോഴ്സ് എഫ് ആക്ടിംഗ് ഓൺ റിജിഡ് ബോഡി ഇൻ മോഷൻ വിത്ത് ആക്സിലറേഷൻ എ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. അന്നേരം എഫ് ഇസ് ഈക്വൽ ടു എം എ. സോ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. എക്ക് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം, 2s ബൈ ടി സ്ക്വയർ എന്ന് കൊടുക്കാം. അന്നേരം ആ ഇക്വേഷൻ എങ്ങനെ മാറും, എഫ് ഇസ് ഈക്വൽ ടു 2sm ബൈ ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഒന്ന് ഓർത്ത് നോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മാസ് ഈസ് റിലേറ്റഡ് ടു വോളിയം. മാസ് എന്ന് പറയുന്നത് എന്തിനായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, വോളിയമായിട്ട്. സർഫസ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, സർഫസ് ഏരിയ ഈസ് റിലേറ്റഡ് ടു ബോയൻ ഫോഴ്സ്. അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ എല്ലാവരും? അന്നേരം
അത് ഓർക്കാത്തവർ ലാസ്റ്റ് ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, അപ്പം സോ വി ക്യാൻ റിലേറ്റ് മാസ് വിത്ത് വോളിയം. നമുക്ക് മാസിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം? വോളിയവുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഒരു ആനയും തുമ്പിയെയും വെച്ച് പറഞ്ഞില്ലേ, ആനയ്ക്ക് പറക്കാൻ പറ്റില്ല, തുമ്പിക്ക് എന്തുകൊണ്ട് പറക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. S/V റേഷ്യോ ആണ്. അന്നേരം നമുക്ക് മാസിനെ വോളിയമായിട്ട് റിലേറ്റ് ചെയ്യാം. അന്നേരം വോളിയമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം ആ ടേമിലാണ് എഴുതിയിരിക്കുന്നത്. 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമുക്ക് കളയാം. സോ 2sm ഡിവൈഡഡ് ബൈ t² ഈസ് പ്രൊപ്പോർഷണൽ ടു 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ കളഞ്ഞു. എസ്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? L എന്ന് കൊടുത്തു. എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L എന്ന് നമ്മൾ പറഞ്ഞു. സോ എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L. അന്നേരം ഡിസ്റ്റൻസിന് നമുക്ക് എന്തിന് പ്രൊപ്പോർഷണലായിട്ട് എഴുതാം? Lന് പ്രൊപ്പോർഷണലായിട്ട് എഴുതാം. M എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വോളിയത്തിന് പ്രൊപ്പോർഷണലാണ്. അന്നേരം L³ എന്ന് എഴുതണം കേട്ടോ. വോളിയം ആയതുകൊണ്ട് നമ്മൾ L³ എന്ന് എഴുതാം. അന്നേരം L ഇൻറ്റു L³ ഇൻറ്റു t² ഡിവൈഡഡ് ബൈ t² അല്ലേ, അതിന് t⁻² എന്ന് എഴുതി. സോ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു L ഇൻറ്റു L³ ഇൻറ്റു t⁻² എന്ന് നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയ? മാസിന് പകരം നമ്മളിവിടെ എഴുതിയത് എന്താണെന്ന് ഓർക്കണം. L³ ആണ് എഴുതിയതെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. കാരണം മാസ് എന്ന് പറയുന്നത് ലീനിയർ സ്കെയിൽ ഓഫ് വോളിയത്തിന് ഈക്വൽ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. നെക്സ്റ്റ് ഈസ് ട്രിമ്മർ ഫോഴ്സ് സ്കെയിലിംഗ് വെക്റ്റർ. ട്രിമ്മർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് 1989 പ്രപ്പോസ് ചെയ്ത ഒരു മെത്തേഡാണിത്. ഇതൊരു യുണീക്ക് മെട്രിക്സ് ആണ്. ഫോഴ്സ് സ്കെയിലിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യുണീക്ക് മെട്രിക്സ് ആണ്. ഹിയർ ഫോഴ്സ് സ്കെയിലിംഗ് വിത്ത് റിലേറ്റീവ് പാരാമീറ്റേഴ്സ് ഓഫ് ആക്സിലറേഷൻ, ടൈം ആൻഡ് പവർ ഡെൻസിറ്റി. ഫോഴ്സ് സ്കെയിലിങ്ങിനെ ആക്സിലറേഷനും അതേപോലെ ടൈമും പവർ ഡെൻസിറ്റിയുമായിട്ട് ഇവയെല്ലാത്തിനെയും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. യുണീക്ക് മെട്രിക്സ് വെച്ചിട്ടാണ് ട്രിമ്മർ പ്രപ്പോസ് ചെയ്തത്. സോ ഈ മെട്രിക്സിനെ ഫോഴ്സ് സ്കെയിലിംഗ് ഫാക്ടർ F എന്നാണ് വിളിക്കുന്നത്. ആ ഫോഴ്സ് സ്കെയിലിംഗ് ഫാക്ടർ Fനെ ഇങ്ങനെ എഴുതാം. F ഈസ് ഈക്വൽ ടു മെട്രിക്സ് L⁻⁴ ദാറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ഒരു കോളം മെട്രിക്സ് ആണ് L⁻⁴, L², L³ L⁻⁴. ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. അന്നേരം മാസ് എന്ന് വെച്ചാൽ എന്താ? L³ അല്ലേ. അന്നേരം നമ്മുടെ ഈ ഫോഴ്സ് എന്ന് പറയുന്ന മെട്രിക്സിനെ, F എന്ന് പറയുന്ന മെട്രിക്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്? L³ എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യണം, ഓരോ എലമെൻറ്റിനെ ആയിട്ടെടുത്ത് ഡിവൈഡ് ചെയ്യണം. അന്നേരം നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ L⁻⁴ ഫസ്റ്റ് ടേം നോക്കാം. അതിൻ്റെ L⁻⁴, L² L³ L⁻⁴ എന്നല്ലേ ഫോഴ്സ് മെട്രിക്സ്. അതിനെ ആദ്യത്തെ L⁻⁴ ഡിവൈഡഡ് ബൈ L⁻³ ചെയ്തു. അന്നേരം നമുക്ക് L⁻⁻² കിട്ടി. അതിന് തൊട്ട് താഴത്തെ ടേം L⁻⁻1 വന്നു, L⁻⁴ വന്നു, L⁻⁴ വന്നു. അന്നേരം ഇതിനകത്തുനിന്ന് ഈ ഫോഴ്സ് മെട്രിക്സിൽ നിന്ന് നമുക്ക് എന്തും കിട്ടി? ആക്സലറേഷൻ്റെ ഒരു മെട്രിക്സും കിട്ടി. ടൈമിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടൈമിൻ്റെ ഇക്വേഷൻ എഴുതാം. T is equal to square root of 2s into m divided by f. അതിനകത്ത് എസ്സിന് പകരം L ഇട്ടു, എമ്മിന് പകരം L³ ഇട്ടു. എന്ന് പറയുന്നത് ഫോഴ്സ് മെട്രിക്സ് ആണ്. അതിന് നമുക്ക് L⁻⁴ എന്നിട്ടു, L⁻⁻f എന്നിട്ടു, കാരണം ഡിനോമിനേറ്ററിലല്ലേ. ഹോൾ റേസ് ടു 0.5, കാരണം സ്ക്വയർ റൂട്ടിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു 0.5 ഇട്ട്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിൽ L⁻⁴, L⁻⁴, L⁻�0.5, L⁻�0 എന്ന് പറയുന്ന ടൈം മെട്രിക്സ് നമുക്ക് കിട്ടും. സോ ഇനി അടുത്ത് നമുക്ക് പവർ ഡെൻസിറ്റി നോക്കാം. ഒരു സബ്സ്റ്റൻസിനും സോളിഡോ അല്ലെങ്കിൽ ഫ്ലൂയിഡിനോ ഒന്നിനും പവർ സപ്ലൈ ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റിയല്ല. അപ്പം മെംസിലോട്ട് അല്ലെങ്കിൽ മൈക്രോ സിസ്റ്റത്തിലോട്ട് വരുമ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പവർ ആ ഡിവൈസിനെ ഡ്രൈവ് ചെയ്യിക്കാൻ പാകത്തിനാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മൾ ഡിസൈനിൽ പവറിന് പകരം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പവർ ഡെൻസിറ്റി എന്നാണ്. സോ പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഓർ സ്പെൻഡ് ബൈ ദ ഡിവൈസ് പെർ യൂണിറ്റ് ടൈം, and energy is related to work which is equal to the force required to move the
മൂവ് എ മാസ് ബൈ എ ഡിസ്റ്റൻസ്. പവർ എന്ന് പറയുന്നത് എന്താണ്? എത്രമാത്രം എനർജി സ്പെൻഡ് ചെയ്തു, ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം എനർജി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് പവർ. സോ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ മാത്തമാറ്റിക്കലി ഈ രീതിയിൽ എഴുതാം. P ഡിവൈഡഡ് ബൈ V0 ഈസ് ഈക്വൽ ടു F ഇൻറ്റു S ഡിവൈഡഡ് ബൈ TV0, where F is the force, S is the displacement of the mass moved by the force, and T is the time during which the energy is produced or consumed. So power is equal to P is equal to work by time. So F into S divided by T എന്ന് നമുക്ക് എഴുതാം. Power density P by V naught. So F into S divided by T V naught. Power density P by V naught is equal to Fന് പകരം L raised to F, Sന് പകരം L. ശ്രദ്ധിക്കുക, Tക്ക് പകരം മൊത്തം Lൻ്റെ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. Tക്ക് പകരം നേരത്തെ നമ്മൾ ടൈമിന് എഴുതിയില്ലായിരുന്നോ ഇതിന് മുമ്പിലത്തെ സ്ലൈഡിൽ? അന്നേരം Tക്ക് പകരം ഇവിടെ എഴുതിയിരിക്കുന്നത് L raised to 1, L cube, L raised to minus F, the whole raised to 0.5. നമ്മൾ നേരത്തെ T is equal to square root of 2SM divided by F വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ എടുത്തില്ലായിരുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയത് T is proportional to നമുക്ക് L raised to 1, L cube, L raised to minus F, the whole raised to 0.5 എന്ന് കിട്ടിയില്ലേ? ആ വാല്യൂ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് V നോട്ടിന് പകരം L cube ഇട്ടിട്ടുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് L raised to minus 2.5, L raised to minus 1, L raised to 0.5, L square എന്ന് കിട്ടി. സോ പവർ ഡെൻസിറ്റി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമുക്ക് ഈ കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത കാണുന്ന ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്കെയിലിംഗ് ഇൻ റിജിഡ് ബോഡി ഡൈനാമിക്സ് നമ്മൾ ഓർഡറിൻ്റെ ടേംസിൽ എഴുതിയിരിക്കുകയാണ്. നേരത്തെ കിട്ടിയ മെട്രിക്സ് തന്നെ എല്ലാത്തിൻ്റെയും ഒന്നിച്ച് എഴുതിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഓർഡർ 1, 2, 3, 4 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി അങ്ങനെ ആദ്യം L raised to 1, L square, L cube, L raised to 4. ആക്സിലറേഷൻ നമുക്ക് കിട്ടിയത് L raised to minus 2, L raised to minus 1, L raised to 0, L raised to 1. ടൈം നമുക്ക് കിട്ടിയത് L raised to 1.5, L raised to 1, L raised to 0.5, L raised to 0. പവർ ഡെൻസിറ്റി നമുക്കിപ്പം കിട്ടിയത് L raised to minus 2.5, L raised to minus 1, L raised to 0.5, L square. ഇത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കേ. എസ്റ്റിമേറ്റ് ദ അസോസിയേറ്റ് ചേഞ്ചസ് ഇൻ ആക്സിലറേഷൻ, ടൈം ആൻഡ് പവർ സപ്ലൈ ടു ആക്ച്വേറ്റ് എ മെംസ് കമ്പോണൻറ്റ് ഇഫ് ഇറ്റ്സ് വെയ്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ 10. അന്നേരം ഇതിനകത്ത് നിന്ന് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? ഇത് ആക്സിലറേഷനും അതേപോലെ എന്താണ് ടൈമും പവർ സപ്ലൈ എല്ലാം കണ്ടുപിടിക്കണമെങ്കിലും ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, വെയ്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ 10. അന്നേരം വെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആദ്യം പിടിച്ചോണം W ഈസ് പ്രൊപ്പോർഷണൽ. വെയ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? മാസ് തന്നെ അല്ലേ? അന്നേരം W ഈസ് പ്രൊപ്പോർഷണൽ ടു V എന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ W ഈസ് പ്രൊപ്പോർഷണൽ ടു V വിച്ച് ഈസ് ഈക്വൽ ടു L ക്യൂബ് അല്ലേ? V റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? L ക്യൂബ് വെച്ചിട്ടാണ്. അന്നേരം അതിനകത്ത് നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഇതിനകത്ത് ഏത് സ്കെയിലിംഗ് ആണ്? ഓർഡർ 3 സ്കെയിലിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ത് സ്കെയിലിംഗ് ആണ്? ഓർഡർ 3. L ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്തെടുക്കണം? ഓർഡർ 3 സ്കെയിലിംഗ്. അത് മനസ്സിലാക്കിയാണ്. അന്നേരം വെയ്റ്റ് ആയതുകൊണ്ട് വെയ്റ്റാണ് റെഡ്യൂസ് ചെയ്യുന്നത് ബൈ എ ഫാക്ടർ 10 എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്കെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ 3. കാരണം വെയ്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോളിയമാണ്. വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? L ക്യൂബ്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ സ്കെയിലിങ്ങിൻ്റെ ആദ്യത്തെ ക്ലാസ് ഒന്ന് കേൾക്കുക. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്ലൈഡിൽ കണ്ട ടേബിൾ നോക്കുക. അതിൽ ഓർഡർ 3 വേണം നോക്കാൻ. ഓർഡർ 3 നോക്കുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ആക്സിലറേഷൻ നോക്കാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഓർഡർ 3ക്ക് കറസ്പോണ്ടിങ് എന്തായിരുന്നു? L raised to 0 ആയിരുന്നു. അന്നേരം L raised to 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ there will be no reduction in acceleration. അന്നേരം അവിടെ എന്തില്ല? ആക്സിലറേഷന് റിഡക്ഷൻ ഒന്നും ഇല്ല. ഇനി അടുത്ത ടൈം കമ്പോണൻറ്റ് നോക്കാം. ഓർഡർ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? L raised to 0.5. അന്നേരം L raised to 0.5 ആ എല്ലിന് പകരം എന്തിടുക? 10 ഇടുക. 10 raised to 0.5 അന്നേരം 3.16. അപ്പം ടൈം മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3.16 റിഡക്ഷൻ അവിടെ സംഭവിച്ചു. ടൈമിന് അവിടെ 3.16 റിഡക്ഷൻ സംഭവിച്ചു.
ഇനി പവർ ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ നോക്കാം. പവർ ഡെൻസിറ്റിയുടെ വേരിയേഷനും എന്താണ്, L⁻⁵ ആണ്. അന്നേരം 3.16 ടൈംസ് റിഡക്ഷൻ ഇൻ പവർ ഡെൻസിറ്റി. അന്നേരം പവർ ഡെൻസിറ്റിയാണ് P/V0 ആണ് എന്തെന്ന് പറയുന്നത് 3.16 എന്ന് പറയുന്നത്. അന്നേരം റിഡക്ഷൻ ഓഫ് പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, P അല്ലേ, P = 3.16 ടൈംസ് V0 എന്ന് നമുക്ക് എഴുതാം. പിന്നെ ഈ വോളിയം എത്രയായിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്, വോളിയം എന്ന് പറയുന്ന വെയിറ്റ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ 10 അല്ലേ. അന്നേരം വോളിയവും എന്താണ് 10 ആയിട്ടായിരിക്കാം റെഡ്യൂസ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് 3.16 P എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, P = 3.16 ഡിവൈഡഡ് ബൈ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അന്നേരം നമുക്ക് എത്രയെന്ന് കിട്ടി, 0.3 ടൈംസ്. അന്നേരം പവറിന് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് പവർ എത്രയായിട്ട് റെഡ്യൂസ് ചെയ്തു, 0.3 ടൈംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. സോ അന്നേരം ഇതിനകത്തുനിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ നേരത്തെ ടേബിൾ പ്രോപ്പറായിട്ട് പഠിക്കണം. അത് വെച്ചിട്ട് ചിലപ്പോൾ ഇതേ രീതിയിലുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അന്നേരം പ്രോബ്ലത്തിനകത്ത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക ഏത് ഓർഡറാണെന്ന്. ഇവിടെ എന്താണ് വെയിറ്റ് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് എടുക്കാം, ഓർഡർ 3 ആയിട്ട് എടുക്കാം. വെയിറ്റ് ഈസ് റിലേറ്റഡ് ടു വോളിയം ആയതുകൊണ്ടാണ്. ഇനി വേറെ വല്ല ബോയൻ്റ് ഫോഴ്സോ അങ്ങനത്തെ വല്ലതുമാണ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് തന്നു കഴിഞ്ഞാൽ അതെന്താ, എന്തിന് കറസ്പോണ്ടിങ് ആവും, സർഫസ് ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്കും L² ആയിരിക്കും റിഡക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അന്നേരം അത് ഓർഡർ 2 കൺവേർട്ട് ആവും. അന്നേരം ഇതിനകത്തുനിന്ന് ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ആ ഇക്വേഷൻ നേരത്തെ പഠിച്ച ഇക്വേഷനിലോട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അന്നേരം ഇത്രയേ ഉള്ളൂ. സ്കെയിലിംഗ് ഇൻ റിജിഡ് ബോഡി ഡൈനാമിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം. സീ യു.